മന്ത്രിമാരെ നീക്കം ചെയ്യാനുള്ള ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. മന്ത്രിമാരെ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരായ നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ആർക്കെ, ഈ സെന്തിൽ ബാലാജിയുടെ കേസിൽ ഗവർണർ എടുത്ത നടപടി അത് തെറ്റായി എന്ന തീരുമാനമാണോ ഇപ്പോൾ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്, അതോ ചില നിരീക്ഷണങ്ങൾ മാത്രമാണോ? ഇത് ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. സെന്തിൽ ബാലാജിയുടെ കേസിൽ സെന്തിൽ ബാലാജിക്ക് അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഗവർണർ നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചില്ല. മറിച്ച് ഒരു പ്രമേയം പാസാക്കി ആ തീരുമാനം തള്ളുന്ന വിധത്തിൽ കൈക്കൊള്ളുകയായിരുന്നു. ഒപ്പം സെന്തിൽ ബാലാജിയെ വകുപ്പില്ലാത്ത മന്ത്രിയായിട്ട് നിലനിർത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഹർജി എത്തുന്നത്. ഹർജിയിലെ ആവശ്യം സെന്തിൽ ബാലാജിക്ക് എതിരായിട്ട് സെന്തിൽ ബാലാജിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം, ഗവർണർ എടുത്ത നടപടിക്ക് സാധുത നൽകണം. ഇതായിരുന്നു ആവശ്യം. ഈ വിഷയം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. കാരണം മന്ത്രിമാര് ആരൊക്കെയാണ് എന്ന് നിശ്ചയിക്കാനായിട്ടുള്ള അധികാരം, അഥവാ മന്ത്രിമാർ ആരൊക്കെ മാറണം എന്നത് നിശ്ചയിക്കാനായിട്ടുള്ള അധികാരം അത് മുഖ്യമന്ത്രിക്കാണ്. അദ്ദേഹം ശുപാർശ ചെയ്യുന്നത് പ്രകാരമാണ് ഗവർണർ നടപടി സ്വീകരിക്കേണ്ടത്. ഏകപക്ഷീയമായി ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ ഗവർണർക്ക് ആ വിധത്തിൽ നടപടി സ്വീകരിക്കാനോ ഏതെങ്കിലും മന്ത്രിയെ നീക്കം ചെയ്യാനോ പുതുതായി മന്ത്രിയെ അംഗീകരിക്കാനോ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. ഈ വിധത്തിലുള്ള ഹർജികൾ എത്തുന്നതിനെയും സുപ്രീം കോടതി വിമർശിച്ചു. ഇങ്ങനെയുള്ള ഹർജികൾ എത്തുന്നത് ഉചിതമല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെന്തിൽ ബാലാജിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടി സംബന്ധിച്ചോ അദ്ദേഹത്തിന്റെ ഈ കേസിന്റെ മെറിറ്റ് സംബന്ധിച്ചോ ഏതെങ്കിലും വിധത്തിൽ നിലവിൽ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായത്തെ ഭേദഗതിപ്പെടുത്തുന്ന ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ശരി, മന്ത്രിമാരെ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനിവാര്യമാണ് എന്നതാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചത്. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിക്കെതിരായ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലായിരുന്നു ഈ നിരീക്ഷണം. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.